ഡി സിയിൽ വർക്ക്മാൻഷിപ്പിന് ഏറ്റവും ഹൈലൈറ്റ് എന്നറിയോ, നമുക്കൊരു കാശുമാല നോക്കിക്കേ. സാധാരണ ഒരു കാശുമാല നമ്മൾ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വടി പോലെ നിൽക്കും കേട്ടോ. നമ്മുടെ ഡി സിയിലെ കാശുമാലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഫ്ലെക്സിബിൾ. ഞാൻ കൺവേ ചെയ്യണം, മനസ്സിലായി കണ്ടോ? ദേ ഇങ്ങനെ മടക്കി വരെ വെക്കാം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, നമ്മുടെ കഴുത്ത് ഇപ്പോൾ എല്ലാവരെയും കഴുത്ത് എൻ്റെ പോലെ കഴുത്തല്ല കേട്ടോ, പലർക്കും പല ടോണാണ്. ഇത് കണ്ടോ, സ്കിൻ ടെക്സ്ചർ മാത്രമല്ല കഴുത്തിൻ്റെ ഇതനുസരിച്ച് നമുക്ക് നെക്ലസ് പോലെയും ചോക്കർ പോലെയൊക്കെ നമുക്ക് മടക്കിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് നമുക്ക് തടിയുള്ള ആളായാലും ക്ഷീണിച്ച ആളായാലും ഏത് രീതിയിലും ഏത് ഏജ് ഗ്രൂപ്പിനും പറ്റും. ദേ മിക്ക കാശുമാലകളും ഡി സിയിൽ അങ്ങനെ ഒരു ഹൈലൈറ്റ് ഉള്ളതാണ്. കണ്ടോ, നിങ്ങൾ നോക്കിയേക്കേ, ഇത്ര ഫ്ലെക്സിബിലിറ്റി ഉള്ള കാശുമാലയൊന്നും ഒരിടത്തും കാണില്ല കേട്ടോ. ഓരോ ഇതിൻ്റെ വെയിറ്റ് ഞാൻ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം കാണിക്കുന്ന നെക്ലസ് വരുന്ന വെറും 39 ഗ്രാംസ് ഓഫ് ഗോൾഡ് കേട്ടോ. ഇതിന് ഏറ്റവും ഹൈലൈറ്റ് എന്നറിയോ, കുഞ്ഞ് ഷുഗർ ബീഡുള്ള പേൾസ് വരെ ഉണ്ട് ഇടയിൽ. എന്തൊരു ഫൈൻ ഡീറ്റെയിലിംഗ് അല്ലേ. ചോക്കർ പോലെയും നെക്ലസ് പോലെയും ഇടാൻ പറ്റൂ കേട്ടോ. വെറും 39 ഗ്രാംസ് ഓഫ് ഗോൾഡ്. അടുത്ത മാല വരുന്നത് 40 ഗ്രാംസ് ഓഫ് ഗോൾഡാണ്. 40 ഗ്രാം ഗോൾഡിൽ കാശിൻ്റെ ഇടയിൽ കുഞ്ഞ് റെഡ് ബീഡ്സ് വെച്ചിരിക്കുന്നു. ഈ കുഞ്ഞ് സ്റ്റോൺസിൻ്റെ മോട്ടീവ്സ് വരുമ്പോഴല്ലേ വളരെ ഷേലാട്ടോ കാണാൻ. ഏകദേശം ഒരു 40 ഗ്രാംസാണ് ഗോൾഡ് വെയ്റ്റ്. അപ്പം മുകളിലത്തെ മാല 39ഉം അടിയത്തെ മാല 40 ഗ്രാമും. രണ്ടാമത്തെ ഇതിൽ വരുന്നത്, ആദ്യത്തെ മാല വരുന്നത് 36 ഗ്രാംസ് ഓഫ് ഗോൾഡാണ്. നല്ല കുഞ്ഞ് മുന്തിരിക്കോല പോലെ വന്നിട്ട് അടിയിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കാശ് വെച്ചിട്ടുള്ളൊരു മാലയാട്ടോ. ചോക്കർ പോലെ ഇടാനും നെക്ലേസ് പോലെ ഇടാനും അടിപൊളിയാണ്. അതിൻ്റെ രണ്ടാമത്തെ മാനിക്യൂണിൽ വന്നതിൽ സെക്കൻഡ് വന്നിരിക്കുന്നത് 53 ഗ്രാംസ് ഓഫ് ഗോൾഡാണ്. ഈ മാലയുടെ പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് താഴെ ഇറക്കിയിടാം, നെക്ലസ് പോലെ കയറ്റിയിടാം, ഫ്ലെക്സിബിളാണ്. ഇൻ 53 ഗ്രാംസ് ഓഫ് ഗോൾഡ്. മൂന്നാമത്തെ വന്നിരിക്കുന്നത് വെറും 15 ഗ്രാംസ്. ഗൈസ്, കെൻ യു ബിലീവ്, 15 ഗ്രാമാണ് ഗോൾഡ്. ഇടയിൽ പേൾഡ് വീവ്സ് വന്നിട്ട് സിമ്പിളായിട്ടുള്ള കാശ് വന്നിട്ടുള്ള മാലയാണ്. അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന മാല 50 ഗ്രാംസ് ഓഫ് ഗോൾഡ്. ഈ പ്രാവശ്യം എല്ലാ മാലകളും പൊതുവെ വെയിറ്റ് കുറവില്ലാട്ടോ ഡെന്നിയേട്ടൻ പ്രത്യേകം ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. നാലാമത്തെ വന്നിരിക്കുന്നത് 25 ഗ്രാംസ് ഓഫ് ഗോൾഡാണ് നെക്ലസും. അടിയത്തെ മാല 52 ഗ്രാംസ് കേട്ടോ. 25ഉം 52. ഇനി അഞ്ചാമത്തെ മാനിക്യൂറിന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് 25 ഗ്രാംസ് ഓഫ് ഗോൾഡും 58 ഗ്രാംസ് ഓഫ് ഗോൾഡാണ് കേട്ടോ. 25 ഗ്രാമും 58ഉം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വെയ്റ്റ്സ് പറയാം. ആദ്യത്തെ മാനിക്യൂറിന് കാണിക്കുന്നത് മുകളിലത്തെ നെക്ലസ് 39ഉം അടിയത്തെ മാല 40 ഗ്രാംസ് ആട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാലോ, നമ്മൾ വെയിറ്റ് മെൻഷൻ ചെയ്യുന്ന നെറ്റ് വെയിറ്റ് ആണ്. ദാറ്റ് ഈസ് എ ഗോൾഡ് യൂസ് ഇൻ ദ പ്രോഡക്റ്റ്. രണ്ടാമത്തെ വരുന്നത് 36 ഗ്രാംസ് നെക്ലസും അടിയത്തെ മാല 53 ആണ് കേട്ടോ. മൂന്നാമത്തെ 15 ഗ്രാംസ് 15, ഐ റിപ്പീറ്റ് 15 കേട്ടോ. 50 ഗ്രാംസ് ഓഫ് ഗോൾഡ് അടിയിലും. ദാറ്റ് ഈസ് മുകളിലത്തത് 15ഉം അടിയത്തത് 50 ആണ് കേട്ടോ ഗ്രാം. പിന്നെ നാലാമത്തെ വരുന്നത് 25 ഗ്രാംസ് ഓഫ് ഗോൾഡ് നെക്ലസും അടിയത്തത് 52 ഗ്രാംസ്. ലാസ്റ്റത്തെ മാനിക്യൂറിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് 25 ഗ്രാംസ് ഓഫ് ഗോൾഡും 58ഉം. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, അടുത്ത് വരുന്ന ഷോർട്സിലൊക്കെ നമുക്ക് ഇഷ്ടംമാതിരി കാശുമാലകളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ചെറിയൊരു ടോക്കൺ വെച്ച് പ്രോഡക്റ്റ് മാറ്റി വയ്ക്കണം. വരുമ്പോൾ കിട്ടിയില്ല എന്നൊന്നും ആരും കീർത്തിച്ചിനും വെച്ച് പരാതി പറയരുത്. സോ ഇറ്റ്സ് കീർത്തി ഡെന്നി സൈനിങ് ഓഫ്. ആൻറ്റിൽ ഐ കം വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.